എൻ്റെ മൂത്ത സഹോദരി ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയാൽ പച്ചവെള്ളം പോലും കുടിക്കാത്ത ആളാണ്. ഈ ദിവസം കൂടുന്തോറും ഈ ജസ്ന സലീമിനെ ആൾക്കാർ വെറുത്ത് 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 പോവാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. പൊന്നാര ജസ്ന സലീം, നമ്മൾ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയാൽ അവർ തരുന്ന വെള്ളവും കുടിക്കും, അവർ തരുന്ന ഭക്ഷണവും കഴിക്കും. വേണമെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കും ചെയ്യും. അവർ നമ്മളെ വീട്ടിൽ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കും, നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ നിന്ന് നമ്മൾ രണ്ടുപേരും ഇരുന്ന് കഴിക്കും ചെയ്യും. അണക്കതിന് പറ്റൂല എന്നുണ്ടെങ്കിൽ എന്തിനാ ഓരോന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ആളുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കി തെറ്റിക്കണത്? ഐക്യങ്ങൾ നഷ്ടപ്പെടുത്തുക. അതാണ് ഞാൻ പറഞ്ഞത്, ദിവസം കൂടുന്തോറും ഈ സത്യത്തിൽ ജസ്ന സലീം എന്ന വ്യക്തിയെ മനസ്സിലാക്കിക്കോ, അന്ന ആളുകൾ വെറുത്ത് 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 പോവാണ് അല്ലേ. നമ്മളിതുവരെ ഒരു ഹിന്ദു മുസ്ലിം നമ്മൾ വേറെ വേറെ കണ്ടിട്ടില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ അമ്പലങ്ങളിൽ നമ്മൾ പോകും, അവിടെ പരിപാടികൾ നമ്മൾ പങ്കെടുക്കും, അവർ തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കും, വേണമെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങും ചെയ്യും. നമ്മളെ പള്ളികളിൽ പ്രളയം പോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഹിന്ദു സഹോദരന്മാർ ഓടി വന്ന് അങ്ങോട്ട് എത്ര രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ വിദ്വേഷ പ്രശ്നങ്ങൾ സംസാരിക്കണ നിന്നെ പോലത്തെ ആൾക്കാർക്ക് ഒരു കുട്ടി പോലും സപ്പോർട്ട് ചെയ്യില്ല. നല്ല മനസ്സിലാക്കിക്കോ. ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് ദിവസം അന്നെ ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ ജസ്ന സലീം ഇപ്പൊ ഒന്ന് വൈറലാവാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ച് പറയാ, ചത്ത മീന്, ജീവനുള്ള മീനെന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് തമ്മിൽ തെറ്റിക്കണത്? സത്യമാണ് ഞാൻ പറയണത്. ദിവസം കൂടുന്തോറും മലയാളികൾ വെറുത്ത് പോകുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്ന സലീം അത് നീയാ. സൂക്ഷിച്ചോ, അപകടമാണ്. തമ്മിൽ തെറ്റിക്കുക. നമുക്ക് ഹിന്ദു മുസ്ലിം അങ്ങനെ വേറൊന്നുമില്ല. നമ്മൾ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കും ചെയ്യും, ഒരു വായിൽ കിടന്ന് ഉറങ്ങും ചെയ്യും. മനസ്സിലായിക്കണോ? നമ്മൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ സബ് ചെയ്താളി, ബാക്കി മറുപടി പിന്നെ തരാം.